ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ഒരു 5:45 എഴുന്നേറ്റായിരുന്നു. 5:30 അലാറം വെച്ചതാണ്. ഞാൻ അത് ഓഫായിട്ടൊരു 5:45 എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും വെക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞെഴുന്നേറ്റ് വന്നായിരുന്നു. അവളല്ലെങ്കിലും ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവളും എണീറ്റ് വരും. പിന്നെ അവൾക്ക് വെള്ളം ഞാൻ പാലൊക്കെ കൊടുത്തതിന് ശേഷം പോയി കിടന്നുറങ്ങിക്കോളും. അങ്ങനെ ഓരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് ഉപ്പേരി ഞാൻ വെക്കുന്നത് ചോറിനാണ്, ഉച്ചക്കലത്തേക്കാണ്. അപ്പോൾ ഹസ്ബൻഡിന് ചോറും ചായയൊക്കെ കൊണ്ടുവരണം. മീൻകറി ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എളുപ്പപ്പണിയായിരുന്നു. ഉപ്പേരിയും പിന്നെ മീൻ വറുക്കാനും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുട്ടക്കറി വയ്ക്കാം. ചപ്പാത്തി പിന്നെ നമുക്ക് റെഡിമെയ്ഡ് ആണല്ലോ, നമുക്കത് ചുട്ടെടുത്താൽ മതി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡും പോയി കഴിഞ്ഞപ്പോൾ മക്കൾ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ചായക്ക് പാൽ കൊടുത്തു, ഞാനും ചായയും കുടിച്ചു. അത് ഞാനിപ്പോൾ തമ്പുരും എണീറ്റ് വന്നു. അപ്പോൾ അവൾക്ക് ഞാൻ വേഗം ഫുഡ് കൊടുത്തതിന് ശേഷം കുറേ പാത്രം, രാവിലെ കുക്ക് ചെയ്ത പാത്രമൊക്കെ ഇഷ്ടംമാരുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ കഴുകി അതെല്ലാം വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് അലക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൊണ്ട് ഞാൻ വാഷിങ്ങിലിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി ബ്രഷ് ചെയ്തു. അതിനിടയിൽ മോനെയും ബ്രഷ് ചെയ്യിപ്പിച്ച് അവനും ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കഴിക്കാനിരുന്നായിരുന്നു കേട്ടോ. ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിച്ച് ടി വി കണ്ടിരുന്നപ്പോഴാണ് അത് നോക്കിയപ്പോൾ മക്കൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വെച്ചിട്ട് എൻ്റെ വീഡിയോസ് രണ്ടുപേരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ടി വി കാണുന്നത്. അങ്ങനെ അതിന് ശേഷം ഞാൻ തമ്പുരുവിനെ കുളിപ്പിച്ചായിരുന്നു. അവളെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കൊണ്ടാക്കുകയും അവൾ അവിടെയാണ്. ചേച്ചി ഒറ്റക്കെ ഉള്ളു, അപ്പോൾ ചേച്ചി നോക്കിക്കോളും. അതിനുശേഷം ഞാൻ വന്നിട്ട് സായിനെ മേല് കുളിപ്പിച്ചായിരുന്നു. തല നനച്ചില്ല, അവന് ചുമയുണ്ട് 2-3 ദിവസം ഇട്ട്, അതുകൊണ്ട് ഞാൻ തല നനച്ചില്ല. അവനെ മേലഴിച്ച് കഴിഞ്ഞതിന് ശേഷം പേരെയൊക്കെ ഒന്ന് അടിച്ചിട്ട് വാഷിങ്ങിലുണ്ടായിരുന്ന തുണിയും കൊണ്ട് വിരിച്ചായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും പോയി കുളിച്ചായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഈ ചൂട് സമയത്തുകൊണ്ട് പ്രത്യേകിച്ച്. കാരണം പിന്നെ നമുക്ക് പണിയെടുക്കുമ്പോൾ വേർക്കില്ലല്ലോ, പിന്നെ പണിയെടുക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ഫാൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ. അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അവളെ വിളിച്ചോണ്ടെന്ന് അവൾക്ക് ഫുഡ് കൊടുത്തു. അവൾക്ക് കൊടുക്കാനാണ് പാട്. പിന്നെ സായിക്ക് പിന്നെയും കുഴപ്പമില്ല. പിന്നെ സായിക്ക് ഞാനിപ്പോൾ വാരിക കൊടുക്കുന്നു കേട്ടോ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ പോയി കഴിക്കുമ്പോൾ ഇത്രയൊക്കെയല്ലേ കഴിക്കുള്ളൂ. ഇങ്ങനെയെങ്കിലും കഴിച്ചൊന്ന് ആരോഗ്യം വെക്കട്ടെ. അങ്ങനെ ഉച്ചക്കാലത്തെ ഊണ് കഴിക്കലും കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാച്ചനായിട്ട് കിടന്നായിരുന്നേ. അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്ന ആൾ, പക്ഷേ വേഗം ഉറങ്ങിയായിരുന്നു കേട്ടോ. സായാണെന്നുണ്ടെങ്കിൽ വെക്കേഷൻ ട്യൂഷൻ ക്ലാസ് ഉണ്ട് അവന്, അതിന് പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയും മോളും കൂടി കിടന്ന് ഉറങ്ങിയതിന് ശേഷം കട്ടനൊക്കെ കുടിച്ചു. കപ്പുറത്തായിരുന്നു, നല്ല എരിവുള്ള കപ്പുറത്താണ്. നല്ല വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ നല്ല കട്ടൻ ചായയും എരിവുള്ള കപ്പുറത്തൊക്കെ കഴിക്കാൻ എന്താ രസമാണല്ലേ. കൂടെ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, അടിപൊളി. തമ്പുരു ഇതൊക്കെ കാണുമ്പോൾ എടുത്ത് തിന്നാനായിട്ട് വരും കേട്ടോ. പക്ഷേ ആൾക്ക് എരിവുള്ളത് കൊണ്ട് ആളതവിടെ വെച്ചിട്ട് പോയായിരുന്നേ. അവൾക്കുള്ള കുറുക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ചൂടാറാനായിട്ട് വെച്ചേക്കുവാണ്. ചൂടാറി കഴിയുമ്പോൾ അവൾക്കത് കൊടുക്കും. അമൃതം പൊടിയാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഒന്നരാടം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അവൾക്കത് ഇഷ്ടമാണ്, അവളത് കഴിച്ചോളും. അങ്ങനെ അതും കൊടുത്തതിന് ശേഷം പിന്നെ സായിക്കും ചായ കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ അവനും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്നായിരുന്നേ. അമ്മ ഒരു 6:30 ആയപ്പോഴേക്കും ജോലി കഴിഞ്ഞ് ഇങ്ങോട്ടാണ് വന്നത്. ഞങ്ങളവിടെ വീട്ടിലൊരാഴ്ച നിന്നിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് വേഗം വന്നതാണ്. പിന്നെ അവളുടെ അച്ഛനും വന്നു. 7 മണിയൊക്കെ ആയപ്പോൾ അച്ഛനും വന്നായിരുന്നു. അച്ഛനും വന്നപ്പോൾ ഒരാഗ്രഹം, ഒരു മുട്ട ബുൾസൈ അടിച്ച് തരുമെന്ന്. അപ്പോൾ ഒന്നല്ല 2 ആയിക്കോട്ടെ നിരച്ച് ഞാൻ 2 മുട്ട ബുൾസൈ അടിച്ചൊക്കെ കൊടുത്തായിരുന്നേ. അങ്ങനെ അച്ഛനും മക്കളും അതുകൂടി കഴിച്ചിരുന്നു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അത് ജ്യൂസ് അടിച്ചായിരുന്നു. അപ്പോൾ അതും കുടിച്ചൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ നമുക്ക് രാത്രിത്തേക്ക് ഫുഡ് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ചപ്പാത്തി രാവിലെ ഉണ്ടായിരുന്നു, ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. അവർക്കൊക്കെ ചോറ് കൊടുത്തായിരുന്നു. മുട്ട ചിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ മീൻകറിയും മുട്ട ചിക്കത്തൊക്കെ കൂട്ടി ഞങ്ങൾ ഡിന്നർ അങ്ങനെ ആക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഫ്രഷായി കിടക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണേ. ഞങ്ങൾ ചാച്ചാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അപ്പോൾ ഓക്കെ, ബൈ.